ചക്കക്കുരു കൊണ്ട് ഇന്നൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ? അതിന് ചക്കക്കുരുവിൻ്റെ പുറത്തെ തൊണ്ട് മാത്രം കളയാം. എൻ്റെ ചെറുതിലെയൊക്കെ ചക്കക്കുരുവിൻ്റെ ബ്രൗൺ കളർ തൊലിയും കൂടെ കളയുമായിരുന്നു. ഇപ്പോഴത്തെ പഠനമനുസരിച്ച് ഇത് ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാൻ കഴിവുണ്ടെന്ന് തെളിയിക്കുന്നു. അതുകൊണ്ട് ഞാനും ഇപ്പോൾ ബ്രൗൺ കളർ കളയാറില്ല. ഈ വെള്ളത്തൊലി മാത്രമേ കളയാറുള്ളൂ. മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ ഞാൻ ഈ പരുവത്തിലാണ് കീറി വെച്ചിരിക്കുന്നത്. ഇനി ഇത് നന്നായി കഴുകി വാരി കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു സവോള നീളത്തിലരിഞ്ഞതും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 2 തണ്ട് കറിവേപ്പിലയും 1.25 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുക. അതിനൊപ്പം ചക്കക്കുരു വേകുന്നതിനാവശ്യമായ 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് എല്ലാം നന്നായി മിക്സ് ചെയ്യുക. കുക്കർ മൂടി സ്റ്റവിൽ വെച്ച് 2 വിസിൽ വരുന്നവരെ വേവിക്കുക. ആദ്യമേ ഹൈ ഫ്ലെയിമിലും 1 വിസിൽ അടിച്ചു കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലും ഇട്ട് വേവിക്കുക. മൊത്തം 2 വിസിൽ അടിച്ചു കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക. ഇനി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെക്കാം. പാൻ ചൂടാകുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുകും അതിൻ്റെ കൂടെ ചെറിയുള്ളി ഒരു 5-6 എണ്ണം വട്ടത്തിൽ അരിഞ്ഞതും ഇടുക. 1 തണ്ട് കറിവേപ്പില ഇടുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഉള്ളി മൂത്ത് വരുമ്പോഴേക്കും കടുക് പൊട്ടിത്തീരും. ഇനി ഇതിലേക്ക് 20 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതിട്ട് ഇളക്കുക. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കുക. എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഈ സമയം 2 പച്ചമുളകും കൂടി ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ചേർത്തിട്ടില്ല. അര ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ച ചക്കക്കുരു ഇട്ട് നന്നായി ഇളക്കാം. ഈ സമയം ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഇതിന് ആവശ്യത്തിന് ഉപ്പുണ്ട്. ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ ഈ സമയത്ത് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇടാം. കുരുമുളകിൻ്റെ ടേസ്റ്റ് കൂടുതൽ വേണ്ടവർക്ക് ഗരം മസാല ചേർക്കുന്നതിൻ്റെ കൂടെ കുരുമുളക് കൂടി ചേർക്കാം. ഇവിടെ എല്ലാവർക്കും ഇത് മതി, അതുകൊണ്ട് ഞാൻ അത്രയേ ചേർത്തിട്ടുള്ളൂ. സിമ്മിലിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ചെറുതായി ഒന്ന് ഇളക്കിയെടുക്കണം. ഇതെൻ്റെ വല്യമ്മച്ചിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കറിയായിരുന്നു. ഇനി ചക്കയുടെ സീസൺ തീരാറായല്ലോ, അതുകൊണ്ട് നമുക്ക് ചക്കക്കുരു ഉണങ്ങിയ മണലിനകത്ത് സൂക്ഷിക്കാം. ചക്കക്കുരു 2-3 ദിവസം തറയിൽ നിരത്തിയിട്ടതിന് ശേഷം അതൊരു കലത്തിലോ അല്ലെങ്കിൽ കൂട്ടിലോ ഒരു നിരയിടുക. അതിൻ്റെ മുകളിൽ മണലിടുക. അതിൻ്റെ മുകളിൽ ചക്കക്കുരു ഇടുക. പിന്നെ മണലിടുക. ഉണങ്ങിയ മണലിനകത്ത് മൂടയിടുക എന്ന് പണ്ടുള്ളവർ പറയും. ഇങ്ങനെ സൂക്ഷിച്ചാൽ നമുക്ക് ചക്കക്കുരു ഇല്ലാത്ത സീസണിലും ചക്കക്കുരു കൊണ്ട് കറി ഉണ്ടാക്കാം. അല്ലെങ്കിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിലും കുറേ നാളത്തേക്ക് സൂക്ഷിച്ചു വയ്ക്കാം. അങ്ങനെ പാവങ്ങളുടെ ബദാം എന്നറിയപ്പെടുന്ന ചക്കക്കുരു കൊണ്ട് രുചികരമായ ഒരു മെഴുക്കുവരട്ടി തയ്യാറായിരിക്കുന്നു. ഇത് ധാരാളം വൈറ്റമിൻസും പ്രോട്ടീൻസും ഫോസ്ഫറസും അയണും ഫൈബറും അടങ്ങിയിട്ടുണ്ട്. ധാരാളം നാരുള്ളതിനാൽ ദഹനം കൂട്ടാനും വളരെ നല്ലതാണ്. പ്രമേഹക്കാർക്ക് ഇതിൽ സ്റ്റാർച്ച് ഉണ്ടെങ്കിലും ഫൈബർ കൂടുതലുള്ളതിനാൽ ഷുഗർ പെട്ടെന്ന് കൂടില്ല. ഒരു നേരം ഒരു 10-12 എണ്ണത്തിൽ കൂടുതൽ ഷുഗർക്കാർ കഴിക്കരുത്. സിങ്ക്, വിറ്റമിൻ ഇയും ഉള്ളതുകൊണ്ട് ഇത് മുഖം ഗ്ലോ ആകാനും മുടി കൊഴിച്ചിൽ കുറയാനും സഹായിക്കും.
ഇത് നന്നായി വേവിച്ചേ കഴിക്കാവൂ, അല്ലെങ്കിൽ ദഹനക്കേടുണ്ടാവും. സ്വാദിഷ്ടമായ ചക്കക്കുരു മെഴുക്കുവരട്ടി തയ്യാറായിരിക്കുന്നു. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റായി അറിയിക്കുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യണേ ഞങ്ങളുടെ ചാനൽ. താങ്ക്